പ്രിയപ്പെട്ട കഥകളെയും കഥാപാത്രങ്ങളെയും വരക്കുമ്പോൾ ഞാൻ ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നോവലുണ്ട്. OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം. അതിലേറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്. ഈ നോവലിലെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു ഭാഗം ഞാൻ വരക്കാം, വായിച്ചു കേൾപ്പിക്കാം. രവി അമ്മയുടെ വയറിൽ ചാരിയിരിക്കുമ്പോൾ അവർ ചോദിക്കുമായിരുന്നു, നക്ഷത്രക്കുട്ട, കൽപ്പകവൃക്ഷത്തിൻ്റെ തൊണ്ട് കാണണോ? വെയിലെരിയുന്ന മാനത്ത് നോക്കിയിരുന്നാൽ മതി. കുറേ നേരം അങ്ങനെ നോക്കുമ്പോൾ സ്ഫടികമണികൾ കോർത്തിണക്കിയ പോലെ എന്തോ കണ്ണനങ്ങുന്നതിനൊപ്പം ഇളകുന്നത് കാണാം. ഇമ തല്ലി മിഴിച്ചാൽ അത് കാണാതാകും. ദേവന്മാർ കൽപ്പകവൃക്ഷത്തിൻ്റെ ഇളനീര് കുടിച്ച് തൊണ്ടുകൾ താഴേക്ക് എറിയുകയാണത്രേ. ചാരിക്കിടന്നുകൊണ്ട് രവി കരിക്കിൻ തൊണ്ടുകൾ എണ്ണിത്തുടങ്ങും. 1, 2, 3. നിഴലും തിളക്കവുമുള്ള മേഘത്തിൻ്റെ വിടവിലൂടെ അതാ ഒന്ന് താഴോട്ടുതിരുന്നു. മഞ്ഞപ്പുൽ തകിടുകളിലൂടെ, കുന്നിൻ ചെരുവിലൂടെ, മറ്റൊന്ന് കാപ്പിത്തോട്ടങ്ങൾക്കിടയിൽ നഷ്ടപ്പെടുന്നു. അപ്പോഴേക്കും കണ്ണ് അടയാൻ തുടങ്ങും. നക്ഷത്രക്കുട്ട, അമ്മ പറയും, അമർത്തി ചാരാണ്ടിരിക്കൂ. ചന്ദന നിറമുള്ള ആ വയറ്റിൽ ഒരനുജത്തിയുണ്ട്. വളരെ കാലം മുമ്പ് തൻ്റെ കൂടെ അമ്മയുടെ കാലിൻ്റെ പെരുവിലിനകത്ത് താമസമാക്കിയിരുന്നു. ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക.